നിങ്ങളൊരു ഐഫോൺ യൂസറാണ്. ഈ ഒരു ഡിവൈസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ഐഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പവർ ബാങ്ക് ഏതാണ്? അതിന് പറ്റുന്ന വളരെ സ്ലിം, ലൈറ്റ് വെയ്റ്റ്, ഈസി ടു ക്യാരി, എലോങ് വിത്ത് ദാറ്റ് ലോങ് ടൈം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് 2-3 തവണ നമുക്ക് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ഡ്യൂറോസെല്ലിൻ്റെ 20,000 mAh പവർ ബാങ്കാണ്. 20,000 mAh ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ സ്വല്പം വെയിറ്റ് ഫീൽ ചെയ്യും, പക്ഷേ നമുക്ക് ഈസി ടു ക്യാരി ആണ് ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ. ഡ്യൂറോസെൽ ഇതിന് 2 വർഷത്തെ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 4 പോർട്ട് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് 3 ഡിവൈസുകൾ വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. 2 USB ടൈപ്പ് സി എലോങ് വിത്ത് ദാറ്റ് ഒരു മൈക്രോ SD. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, ഡിവൈസുകൾ ചാർജ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ അത് ബാധിക്കുമോ, ഡിവൈസ് ഓവറായിട്ട് ഹീറ്റ് ആവുമോ, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത്. അത് പേടിക്കേണ്ട, കാരണം ഇതിനെ പവർ ചെയ്യുന്നത് ഒരു സ്മാർട്ട് IC ആണ്. ഈ ഒരു സ്മാർട്ട് IC അൾട്രാ പ്രൊട്ടക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റ് ആകുമെന്നോ ഓവർ വോൾട്ടേജ് ആകുമെന്നോ ഷോർട്ട് സർക്യൂട്ട് ആകുമെന്നുള്ള പേടി നമുക്ക് വേണ്ട. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിൽ എത്ര ചാർജ് റിമൈനിങ് ഉണ്ട് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓട്ടോ ഡിറ്റക്ട് ഫംഗ്ഷന്റെ സഹായത്തോടെ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നതനുസരിച്ച് ചാർജ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. ഇനി ഇതിന്റെ പവർ ഡെലിവറിയിലേക്ക് വരുമ്പോൾ സിംഗിൾ USB പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 22.5 വാട്ടിന്റെ ഔട്ട്പുട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. 20,000 mAh കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മിനിമം 4 to 6 hours ആണ് ഇതിനെ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ ഒരു പവർ ബാങ്ക് BIS സർട്ടിഫൈഡ് ആണ്, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സർട്ടിഫൈ ചെയ്തേക്കുന്ന ഒരു പവർ ബാങ്കാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഏത് ഡിവൈസുകളിലും, ഐഫോണിൽ മാത്രമല്ല ലിറ്ററലി നിങ്ങളുടെ മാക്കോ ഐപാഡോ എല്ലാം ചാർജ് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം നിങ്ങൾക്ക് 3-4 തവണയൊക്കെ നിങ്ങളുടെ ഐഫോൺ ചാർജ് ചെയ്യാം. ഈവൻ നിങ്ങൾ മാക്കോ ഐപാഡോ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.